യുഎയിലെ 2 മാസത്തെ പൊതുമാപ്പ് അത് തുടങ്ങി ഇന്ന് 7ാമത്തെ ദിവസമാണ്. കമ്പനിയുടെ ചില പ്രധാനപ്പെട്ട ഫൈനുകൾ കൂടെ ഒഴിവാക്കിയിട്ടുണ്ട്. കാലാവധി കഴിഞ്ഞ് വർഷങ്ങളായുള്ള കമ്പനിയുടെ എസ്റ്റാബ്ലിഷ്മെന്റ് കാർഡ്, എമിഗ്രേഷൻ കാർഡിന്റെ ഫൈനുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കമ്പനിയിലെ ലേബേഴ്സിന്റെ ലേബർ കാർഡ് എക്സ്പയർ ആയിട്ട് പുതുക്കാതെ കാലാവധി കഴിഞ്ഞ് 1-2 വർഷമായിട്ടൊക്കെ ഉള്ള ലേബർ കാർഡുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെയൊക്കെ ഫൈന് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവരെ എമിറേറ്റ്സ് എയ്ഡിന്റെ ഫൈനൊക്കെ 1000 ദിർഹംസ് വരെ എമിറേറ്റ്സ് എയ്ഡിന്റെ ഫൈന് വന്നിട്ടുണ്ടായിരുന്നു. എമിറേറ്റ്സ് എയ്ഡിന്റെ ഫൈന് മറ്റു വിസ ഫൈനുകളൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുണ്ട്. ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലാസ്റ്റ് വന്നിട്ടുള്ള അപ്ഡേറ്റ്, നിലവിലെ വിസ വാലിഡ് ഉള്ള ആളുകളുടെ ഇൻഷുറൻസിന്റെ ഫൈനല്ല ഒഴിവാക്കിയിട്ടുള്ളത്. പുതിയതായിട്ട് ഇൻഷുറൻസ് ആഡിങ്ങിന് വിടുമ്പോൾ പുതിയതായിട്ട് ഇൻഷുറൻസ് ടൈപ്പ് ചെയ്യുന്ന സമയത്തുള്ള ഫൈനാണ് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത്. മറ്റു പൊതുമാപ്പുമായി ബന്ധപ്പെട്ടുള്ള കൂടുതലായിട്ടുള്ള അപ്ഡേറ്റ് അടുത്ത വീഡിയോകളിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. താങ്ക് യു.